നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ അപകടം പ്രവചിച്ചു അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകി എന്ന് അവകാശപ്പെടുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാകുന്നു. ടെലിപ്പതി വഴിയാണ് താൻ ഈ അപകടം മുൻകൂട്ടി കണ്ടതെന്നാണ് യുവതിയുടെ അവകാശവാദം. അപകടം നടക്കുന്നതിന് 6 ദിവസം മുമ്പ് തന്നെ താൻ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്ന് യുവതി അവകാശപ്പെടുന്നു. RV-മായ 007 എന്ന ഇൻസ്റ്റാ പേജിലാണ് പോസ്റ്റ് വന്നത്. ഒരു വലിയ അപകടം, ബസ് കൊക്കയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നത് കാണുന്നു എന്നായിരുന്നു യുവതിയുടെ മുൻപത്തെ പോസ്റ്റിലെ ഉള്ളടക്കം. ഇറ്റ് ഈസ് ടെലിപ്പതി. വരാൻ പോകുന്ന ഒരു കാര്യം ടെലിപ്പതിയായി കണ്ടു. അതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പോസ്റ്റ് ഇട്ടു. അത് സത്യമാകാം, അല്ലാതെയുമാകാം. സത്യമായും നടക്കാതെയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തായാലും അവധിക്കാലത്തും അല്ലാതെയും യാത്ര തിരഞ്ഞെടുക്കുന്നവർ നന്നായി ശ്രദ്ധിച്ചു പോയി വരിക. അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ താൻ ഈ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് പ്രയോഗിച്ചതായും അതിന്റെ ഫലമായാണ് മരണസംഖ്യ കുറഞ്ഞതെന്നും യുവതി തന്റെ പുതിയ പോസ്റ്റുകളിൽ പറയുന്നു. അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ നമ്പറും തന്റെ വണ്ടിയുടെ നമ്പറും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ചും യുവതി പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അപകടം ഒഴിവാക്കാൻ കൂടുതൽ പറ്റിയേനെ, അല്ലെങ്കിൽ ഇനിയും അതിന്റെ തീവ്രത കുറഞ്ഞേനെ. പോസ്റ്റ് കാണുന്നവർ ഇനിയെങ്കിലും ടെലിപ്പതി പോസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ തന്നെ ശ്രമിക്കുക, സഹായിക്കുക പ്ലീസ്. എനിക്ക് ഇനിയൊരു ഡിപ്രഷൻ താങ്ങാനാവുന്നില്ല. ഏറ്റവും ഒടുവിൽ മറ്റൊരു പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ അപകടം കൃത്യമായി മുൻകൂട്ടി കണ്ടു തന്നെയാണ് പോസ്റ്റ് ഇട്ടതെന്നും ആരും ശ്രദ്ധിച്ചില്ലെന്നും തൻ്റെ 7K ഫോളോവേഴ്സ് ഒന്ന് ഷെയർ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോസ്റ്റ് കണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചേനെ എന്നും തീരാ നഷ്ടമെന്നും മറ്റൊരു പോസ്റ്റിൽ പറയുന്നുണ്ട്. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നാണ് RV-മായ 007 ഇൻസ്റ്റാ പ്രൊഫൈലിൽ വിശദീകരിക്കുന്നത്. RV റൈഡർ Z വ്ലോഗ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനലുമുണ്ട്. മൂന്നാർ പവർ ഹൗസ് വളവിലെ അജ്ഞാത രൂപം, മൂന്നാംപാറയിലെ ആത്മകഥകളുടെ കഥ, മൂന്നാംപാറയിലെ ആത്മാക്കളുടെ കഥ, ഹോൾഡ് പ്രേൺസ് ഇൻ കേരള, പ്രേതം വന്നു പണി കിട്ടി, തിരുവനന്തപുരം സുമതി വളവ് ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ അനുഭവത്തിലൂടെ തുടങ്ങിയ നിരവധി വീഡിയോകളും ഈ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. യുവതിയുടെ പോസ്റ്റുകൾക്ക് താഴെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇത്തരം ടെലിപ്പതി അവകാശവാദങ്ങൾ വെറും അന്ധവിശ്വാസമാണെന്നും അപകടം നടന്ന ശേഷം പഴയ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ആകസ്മികമായി സംഭവിച്ചതോ ആകാമെന്നും ഇതൊന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഇത്തരം പോസ്റ്റുകൾ ആളുകളിൽ അനാവശ്യ ഭീതി പടർത്താൻ കാരണമാകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പൊള്ളാച്ചി വാൽപ്പാറ റോഡിലെ 13-ാം ഹെയർപിൻ വളവിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മിനി വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് 9 മലയാളികളാണ് മരിച്ചത്. മലപ്പുറത്ത് നിന്ന് വിനോദയാത്രയ്ക്ക് എത്തിയ അധ്യാപക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടുന്നു. മലപ്പുറം പാങ് ചേണ്ടി പാറമൽ LPSലെ അധ്യാപക സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുറിപ്പ്: ടെലിപ്പതി അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം വഴി അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുമെന്നതിന് നിലവിൽ ശാസ്ത്രീയമായ അടിത്തറ ഒന്നും തന്നെയില്ല. ഇത്തരം പ്രചാരണങ്ങളെ വിവേകത്തോടു കൂടി മാത്രം സമീപിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്.